ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020നെ കുറിച്ചാണ്. അപ്പം ഇത് നമ്മൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്പെട്ട വീഡിയോയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു മേക്ക് ഇന്ത്യ എ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ. അപ്പം ഇന്ത്യനെ ഒരു നോളജ് സൂപ്പർ പവർ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തത് 29 ജൂലൈ 2020 ആണ്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. The National Education Policy 2020 was approved by the Union Cabinet of India on 29 July 2020. Then the new policy replaces the previous National Policy on Education 1986. പ്രീവിയസ് പോളിസി 1986നെ റീപ്ലേസ് ചെയ്ത് വന്ന ഒരു പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. Then അതുപോലെ the policy is a comprehensive framework for elementary education to higher education as well as vocational training in both rural and urban India. അപ്പം ഈ ഒരു പോളിസി ഫ്രെയിംവർക്ക് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്ന ഒരു പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. ദെൻ ഈ പോളിസി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റി ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കെ കസ്തൂരിരംഗനാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. Committee to draft new policy on education was headed by K. Kasturirangan. Then committee was constituted by Ministry of Human Resource and Development in 2017. അപ്പം ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 2017 മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ ഈ NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വരുന്നതിന് മുൻപ് രണ്ട് പോളിസി വന്നതിന് ശേഷമാണ് ഇത് വന്നത്. അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് 1968 വന്നത്. അത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലത്താണ് വന്നത്. ദെൻ അത് കഴിഞ്ഞ് സെക്കൻഡ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് 1986 അത് രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലത്താണ് വന്നത്. ആ 1986 വന്ന പോളിസി പിന്നീട് റിവൈസ് ചെയ്യപ്പെട്ടു. 1992 പിന്നീട് റിവൈസ് ചെയ്യപ്പെട്ടു. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് PV നരസിംഹ റാവു ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിരിക്കുന്നത്. അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, നമ്മളെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ കാലത്താണ്. ദെൻ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓപ്പണിംഗ് അപ്പ് ഓഫ് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ടു ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനും കൂടി ഓപ്പൺ ചെയ്തു കൊടുക്കുക. Then introduction of a 4-year multidisciplinary undergraduate program with a multiple exit option. അതായത് നമുക്കറിയാം ഇപ്പം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഒക്കെ അധികം 3 year ആണ് വരുന്നത്. ഇന്റഗ്രേറ്റഡ് ഉണ്ട്, എന്നാലും ഇനി 4 year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് വരാൻ പോകുന്നത്. അതിന് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് കൂടി ഉണ്ടാവും. പിന്നെ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് MPhil പ്രോഗ്രാം നിർത്തലാക്കും. Then eliminating out of all institutions offering single streams and that all universities and colleges must aim to become multidisciplinary by 2040. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിംഗിൾ സ്ട്രീംസ് മാത്രം ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എലിമിനേറ്റ് ചെയ്യും. സ്ട്രീം മീൻസ് ഇപ്പം കൊമേഴ്സ് സ്ട്രീം, സയൻസ് സ്ട്രീം, ആർട്സ് എന്നൊക്കെ പറയില്ല, അതാണ് സ്ട്രീംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സിംഗിൾ സ്ട്രീം മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാം യൂണിവേഴ്സിറ്റീസിനെയും കോളേജസിനെയും ഒരു മൾട്ടി ഡിസിപ്ലിനറി ആക്കുക എന്നുള്ളതാണ് 2040 ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു എയിം വെക്കുന്നത്. Then top global institutions have been encouraged to open campuses in India. ഇന്ത്യയിൽ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ക്യാമ്പസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലുള്ള ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 50% വർദ്ധിപ്പിക്കുക. ബൈ 2035 2035 ആകുമ്പോഴത്തേക്കും ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 50% ഉയർത്തുക. ഇപ്പോൾ കറന്റ്ലി അത് 26.3 ആണ് വരുന്നത്. അതിന് 50% ആക്കി മാറ്റണം.
Then Ministry of Human Resource and Development was renamed as Ministry of Education. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ഇനി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആയി മാറും. പിന്നെ അടുത്തതാണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് പോളിസി കൊണ്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ദ പോളിസി എയിംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം പ്രീ സ്കൂൾ ടു സെക്കൻഡറി ലെവൽ വിത്ത് 100% ഓഫ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ ബൈ 2030. ഇത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2030 ആകുമ്പോഴേക്കും ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 100ലേക്ക് എത്തിക്കാനാണ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ എയിംസ് ടു ബ്രിങ് 2 crore ഓഫ് സ്കൂൾ ചിൽഡ്രൻ ബാക്ക് ഇൻ ടു ദ മെയിൻ സ്ട്രീം ത്രൂ ദ ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റം. പിന്നെ അടുത്ത എന്തൊക്കെയാ മാറ്റങ്ങൾ വരിക എന്ന് വെച്ചാൽ കരിക്കുലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഈസിയർ ബോർഡ് എക്സാംസ് കുറച്ചുകൂടി ഈസിയർ ആക്കും. അതുപോലെ തന്നെ ദർ വിൽ ബി റിഡക്ഷൻ ഇൻ ദ സിലബസ് ടു റിറ്റെയിൻ കോർ എസെൻഷ്യൽസ് ആൻഡ് ഫോർ മോർ ഫോക്കസ് ഓൺ എക്സ്പെരിമെന്റൽ ലേണിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. സിലബസിൽ റിഡക്ഷൻ ചെയ്യും, പക്ഷെ അതിന്റെ കോർ എസെൻഷ്യൽസ് ഒക്കെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ ലേണിങ്ങിനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും ആയിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ പുതിയൊരു 1986 പോളിസിനെ അപേക്ഷിച്ച് പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നിലവിലുള്ളത് 10+2 സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ. അതായത് 10 വരെ, 1 മുതൽ 10 വരെ, അതിനുശേഷം +1 +2 എന്ന രീതിയിൽ ആണ് ഇത് പോകുന്നത്. അതിനി മാറ്റം വന്നിട്ട് 5+3+3+4 എന്ന സിസ്റ്റത്തിലേക്കാക്കി മാറും. അതിൽ 3 to 8 years നമ്മൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയും. അതുപോലെ 8 to 11 years preparatory stage, then 11 to 14 years middle stage, 14 to 18 secondary stage. അപ്പം ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് 5 എന്നാണ് പറഞ്ഞത്. അതായത് 3 മുതൽ 6 വയസ്സ് വരെ ആ 3 വർഷങ്ങൾ അംഗൻവാടി പ്രീ സ്കൂൾ എന്നുള്ള രീതിയിലാണ് വരിക. പിന്നെ 6 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ ക്ലാസ് 1 and 2, അങ്ങനെയാണ് മൊത്തം 5 വർഷം വരുന്നത്. പിന്നെ അടുത്തത് ക്ലാസ് 3 to 5 എന്ന് പറയുന്നത് ഏജസ് 8 to 11 ആയിരിക്കും. അതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് വരുന്നത്. ദെൻ ക്ലാസ് 6 to 8 എന്ന് പറയുന്നത് ഏജസ് 11 to 14, അത് മിഡിൽ സ്റ്റേജ് ആയിരിക്കും. ദെൻ 4 എന്ന് പറയുന്നത് ക്ലാസ് 9 to 12 ഏജസ് 14 to 18, അതാണ് സെക്കൻഡറി ലെവൽ വരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പഴയത് നമുക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും 6 മുതൽ 16 വയസ്സ് വരെ 10 വരെ, അതായത് 1 to 10, then 16 to 18 to 10+2 സിസ്റ്റം ആണ് പ്രീവിയസ് അക്കാഡമിക് സ്ട്രക്ചറിൽ കാണുന്നത്. അതിനൊരു ചേഞ്ച് വരും. പിന്നെ the NEP also says that students until class 5 should be taught in their mother tongue or regional language. അതായത് 5ാം ക്ലാസ് വരെ അവരുടെ മാതൃഭാഷയിലോ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലോ പഠിപ്പിക്കണം എന്നാണ് NEP പറയുന്നത്. Then അതുപോലെ it is focus on students mother tongue as the medium of instruction, even as it sticks to the 3 language formula, but also mandates that no language would be imposed on anyone. അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മദർ ടങ്ങിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 ലാംഗ്വേജ് ഫോർമുലയും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ. പക്ഷെ അത് ഒരു ലാംഗ്വേജും ഇമ്പോസ് ചെയ്യാൻ മാൻഡേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മദർ ടങ് ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇത് കമ്പൾസറി ആക്കിയിട്ടില്ല. പിന്നെ അതുപോലെ വന്നൊരു മാറ്റമാണ് A new and comprehensive national curriculum framework for teacher education 2021 will be established by the National Council for Teacher Education in consultation with the National Council for Education Research and Training. അതായത് ഒരു പുതിയ ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്ന് പറയുന്നത് NCTE ആണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് NCERT. അതുപോലെ 2030 ആകുമ്പോഴേക്കും 4 year ഇന്റഗ്രേറ്റഡ് BEd ഡിഗ്രി ആയിരിക്കും ടീച്ചിങ്ങിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ദ പോളിസി എയിംസ് ടു ഇൻക്രീസ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ
in higher education to 50% by 2035. ഇത് നേരത്തെ നമ്മൾ നോക്കിയിരുന്നു. ഇപ്പം കറന്റ് 26.3% ആണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഉള്ളത്. അത് 2035 ആകുമ്പോഴേക്കും 50% ആക്കി മാറ്റും. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ 3.5 crore സീറ്റ്സ് കൂടി ആഡ് ചെയ്യും. പിന്നെ അടുത്തതാണ് ഡിസ്മാൻഡ്ലിംഗ് ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആൻഡ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. Then Higher Education Commission of India will be the single overarching umbrella body of entire higher education, excluding medical and legal education. നമുക്കറിയാം ഇപ്പം നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ നിയന്ത്രിക്കുന്നത് നമ്മളെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ വരുമ്പോൾ ഇനി ആ രണ്ട് ബോഡീസിന് പകരം ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ ഒരു ബോഡീന്റെ കീഴിലായിരിക്കും നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പോകുന്നത്. പക്ഷെ അതിനൊരു എക്സംഷൻ പറയുന്നുണ്ട്, മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ. അത് ഇപ്പോഴത്തെ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും അതുപോലെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന് പകരം ഒറ്റ ഒരു ബോഡി ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് higher education institutions will be governed by same set of norms for regulation, accreditation and academic standards. അതായത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുപോലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരുപോലെയുള്ള നോംസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഇനി ഫോളോ ചെയ്യപ്പെടുക. പിന്നെ അതുപോലെ അണ്ടർ ദ NEP the undergraduate degree will be of either 3 or 4 year duration with a multiple exit option within this period. അതായത് ഇനി 3 വർഷമോ അല്ലെങ്കിൽ 4 വർഷമുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ് ഉണ്ടാവുക. അതിൽ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് കൂടി ഉണ്ടാവും. പിന്നെ ആ ഒരു സ്ട്രക്ചർ വരുന്നതാണ് പ്രൊവൈഡ് സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 year in a discipline or a field including vocational and professional areas. 1 year നമ്മൾ ഒരു ഗ്രാജുവേഷനിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി നമ്മൾ 2 years ആണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ 3 years നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതാണ് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് an autonomous body, the National Education Technology Forum will be established with the aim to provide a platform for the free exchange of ideas on the use of technology to enhance learning, assessment, planning and administration. ഒരു പുതിയ ഒരു ഓട്ടോണമസ് ബോഡി നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം എന്നുള്ള ഒരു പുതിയ ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഐഡിയാസ് ഒക്കെ നമ്മളെ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തതാണ് ഇൻക്രീസ് ദ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ ടു 6% ഓഫ് GDP. നമ്മളെ GDPയിൽ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് 6% ഉയർത്തുക. കറന്റ് അത് 4% ആണുള്ളത്, അത് 6% ആക്കി മാറ്റുക. പിന്നെയുള്ളതാണ് affiliation of colleges is to phase out in 15 years and a stage wise mechanism to be formed for granting graded autonomy to colleges. ഇപ്പം നമുക്കറിയാം ഇപ്പം കോളേജസിനൊക്കെ അഫിലിയേഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് 15 വർഷം കഴിയുമ്പോഴേക്കും അതൊക്കെ ഫേസ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു മെക്കാനിസത്തിന്റെ കീഴിലായിരിക്കും നമ്മളെ കോളേജസ് ഒക്കെ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.